So, hi everyone. Welcome to the next topic, that is creep curve. So, നമ്മൾ ലാസ്റ്റ് മൊഡ്യൂൾ 5 we have discussed about fatigue. And module 6, one of the important topic in module 6 is creep. Creep എന്ന് പറഞ്ഞാൽ it's actually a type of deformation, just like fatigue. But creep is observed at high temperatures. And it occurs, that is creep എന്ന് പറഞ്ഞ failure occurs. Fatigue എങ്ങനെയായിരുന്നു സംഭവിക്കുന്നത്? It happens due to fluctuating loads. But creep occurs due to permanent loads, that is static loads. ഇപ്പം ഞാനൊരു 10 കിലോ വെയിറ്റ്, ഒരു എക്സാമ്പിളാണ്. ഇഫ് ഐ ആം ജസ്റ്റ് ടേക്കിംഗ് 10 kg വെയിറ്റ്, നിങ്ങൾ ആരെങ്കിലും തലയിൽ 10 kg വെച്ചുകൊണ്ട് നിൽക്കുക. ഓവർ എ പീരീഡ് ഓഫ് ടൈം, മേ ബി ലൈക്ക് ഒരു 1 hour അല്ലെങ്കിൽ 2 hour കഴിയുമ്പം എന്തായിരിക്കും, നിങ്ങൾക്ക് ഒരു തളർച്ചയോ അല്ലെങ്കിൽ ഒരു ഫെയിലുവർ അനുഭവപ്പെടും. അതുപോലെ ഇപ്പോൾ വെയിറ്റ് കൂട്ടിയാലോ 20 kg, അപ്പോൾ എന്ത് പറ്റും, വീണ്ടും അതിൻ്റെ ടൈം കുറയും ഇല്ലേ. അപ്പോൾ അവിടെ വെയിറ്റ് മാറുന്നില്ല. അതായത് ഞാൻ ആദ്യം 10 kg സബ്ജക്റ്റ് ചെയ്തു, ഒരു 1 hour 2 hour കൊണ്ട് ബ്രേക്ക് ചെയ്തു. 20 kg വെച്ചപ്പോൾ അത്രയും 2 hour എടുത്തില്ലെങ്കിലും 1 hour ബ്രേക്ക് ചെയ്തു. അവിടെ 20 kg എന്ന് പറഞ്ഞ വെയിറ്റ് മാറുന്നില്ല. ഓരോ കേസിലും ഓരോ എക്സാമ്പിൾ എടുത്ത് തന്നേ ഉള്ളൂ. സോ ക്രീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ടൈം ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് ടൈം ഡിപ്പെൻഡൻറ്റ് ഫെയിലുവർ വിച്ച് ഹാപ്പൻസ് ഡ്യൂ ടു സ്റ്റാറ്റിക് ലോഡ്സ്. അപ്പോൾ ഇവിടെ ഈ ഗ്രാഫ് കണ്ടോ, ഗ്രാഫ് എന്ന് പറഞ്ഞ ക്രീപ്പ്. അപ്പോൾ ക്രീപ്പ് എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുമ്പം യു നീഡ് ടു ഡ്രോ ദ ക്രീപ്പ് കർവ്. അപ്പോൾ ക്രീപ്പ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ഫറ്റീഗിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ച്, ഫറ്റീഗ് കർവ് എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്പർ ഓഫ് സൈക്കിൾസ് അല്ലേ, നമ്പർ ഓഫ് സൈക്കിൾസ് റിക്വയർഡ് ഫോർ ദ പർട്ടിക്കുലർ മെറ്റീരിയൽ ടു ഫീൽ. അതാണ് SN ഡയഗ്രാം, സ്ട്രെസ് വേഴ്സസ് നമ്പർ ഓഫ് സൈക്കിൾസ്. ക്രീപ്പ് കർവ് എന്ന് പറഞ്ഞാൽ ക്രീപ്പ് സ്ട്രെയിൻ വേഴ്സസ് ദ ടൈം റിക്വയർഡ് ഫോർ ഫെയിലുവർ. അതാണ് എന്ത് ക്രീപ്പ് കർവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ക്രീപ്പ് ചോദിച്ച് അതിൻ്റെ മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ യു നീഡ് ടു ഡ്രോ ക്രീപ്പ് കർവ്. അപ്പോൾ ക്രീപ്പ് കർവിൽ നിങ്ങൾക്ക് കാണാം, ഈ ഒരു കർവിനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി. കാണുന്നുണ്ടോ ഈ ഒരു കർവ്? പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി കർവ്. ഫസ്റ്റ് വൺ, പ്രൈമറി കർവിൽ എന്താണ് സംഭവിക്കുന്നത്? പ്രൈമറി കർവിൽ യു ക്യാൻ സീ ദാറ്റ് ആദ്യം എന്താ സംഭവിക്കുന്നത്, ഗ്രാഫ് തുടക്കത്തിൽ ജസ്റ്റ് ഒന്ന് വളഞ്ഞു വരിക അല്ലേ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ആക്ച്വലി മോർ ഇൻക്ലൈൻ ടു ഏത് ആക്സിസ് ആണ്, Y ആക്സിസ്. അപ്പോൾ Y ആക്സിസിലേക്ക് കൂടുതൽ അടുത്ത് നിൽക്കുന്നു. അതിൻ്റെ മീനിങ് എന്തായിരിക്കും? അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ മീനിങ്? ക്രീപ്പ് സ്ട്രെയിൻ കൂടുതലാണ്, ടൈം എന്തായിരിക്കും, കുറവാണ്. സോ ഇനീഷ്യലി പ്രൈമറി സ്റ്റേജ് ഓഫ് ക്രീപ്പിൽ നടക്കുന്നത് എന്താണ്, സ്ട്രെയിൻസ് വിച്ച് ഒക്കേഴ്സ് ഡ്യൂ ടു ക്രീപ്പ് വിൽ ബി മോർ ആൻഡ് ഇറ്റ് ഒക്കേഴ്സ് ഇൻ എ ലെസ് എമൗണ്ട് ഓഫ് ടൈം. അപ്പോൾ കുറച്ച് ടൈമിൽ ഒരുപാട് സ്ട്രെയിൻ കൊടുക്കുന്നു. അപ്പോൾ എന്ത് പറ്റും, സ്ട്രെയിൻ റേറ്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും ആദ്യം അല്ലേ. സ്ട്രെയിൻ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സ്ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ കുറച്ച് തുടക്കത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതൊരു വളഞ്ഞല്ലേ വരുന്നത് തുടക്കത്തിലെ. സോ അതിൻ്റെ മീനിങ് ദ ക്രീപ്പ് സ്ട്രെയിൻ ഈസ് മോർ അറ്റ് ദ ബിഗിനിങ്. അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റും, കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ സെക്കൻഡറി ആയിട്ടില്ല, സെക്കൻഡറിയുടെ അടുത്തേക്ക് വന്നപ്പോൾ എന്ത് പറ്റി, ഓൾമോസ്റ്റ് അതൊരു സ്ട്രെയിറ്റ് ലൈനിലേക്ക് മാറുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ഇൻക്ലിനേഷൻ ടു ബോത്ത് എക്സ് ആൻഡ് വൈ ആക്സിസ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്, സ്ട്രെയിൻ, ക്രീപ്പ് സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇനിഷ്യലി ഇറ്റ് വാസ് ആക്ച്വലി മോർ, ദെൻ ആഫ്റ്റർ എ പീരീഡ് ഓഫ് ടൈം ക്രീപ്പ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രെയിനിൻ്റെ വാല്യൂ ഒരുപാടാണെങ്കിലും സ്ട്രെയിൻ റേറ്റ് കുറവാണ്. അതാണ് പ്രൈമറി സ്റ്റേജ്. അപ്പോൾ പ്രൈമറി സ്റ്റേജിൽ നിങ്ങൾ ഈ ഒരു ക്രീപ്പ് കർവ് കൊണ്ട് മനസ്സിലാക്കേണ്ടത്, പ്രൈമറി സ്റ്റേജിൽ ഇനിഷ്യലി ദ സ്ട്രെയിൻ റേറ്റ് വാസ് ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് സ്ട്രെയിൻ നടക്കുന്നു. പക്ഷേ ആസ് വി മൂവ് ഓൺ ടു ദ റൈറ്റ് എലോങ് എക്സ് ആക്സിസ്, സെക്കൻഡറി ഇതിലേക്ക് വരുന്നതിന് തൊട്ട് മുന്നേ വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഓൾമോസ്റ്റ് എന്താ പറയുന്നത്, ടേക്ക് ദ ഷേപ്പ് ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. ദാറ്റ് മീൻസ് സ്ട്രെയിൻ റേറ്റ് ആദ്യം ഇനിഷ്യലി കൂടുതലായിരുന്നു, പിന്നെ അത് കുറഞ്ഞ് വന്ന്
അതൊരു ലീനിയർ ഇതിലേക്ക് വന്നു. സെക്കൻഡറി സ്റ്റേജ് കണ്ടോ? സെക്കൻഡറി സ്റ്റേജിൽ യു ക്യാൻ സി എ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? y = mx + c ഇല്ലേ? ആ ഒരു ലൈൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? സ്ട്രെയിൻ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആണ്. ഏതൊരു ഭാഗത്ത് നിങ്ങൾ സ്ലോപ്പ് എടുത്ത് നോക്കിയാലും യു ക്യാൻ സീ സെയിം സ്ലോപ്പ്. അതാണ് സ്ട്രെയിറ്റ് ലൈൻ. ദാറ്റ് മീൻസ് സ്ട്രെയിൻ റേറ്റ് ഈസ് കോൺസ്റ്റൻറ്റ് ഇൻ ദ സെക്കൻഡറി റീജിയൻ. ഇനി അത് കഴിഞ്ഞിട്ട് ടെറിഷറി റീജിയനിലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? സ്ട്രെയിൻ റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ നിന്ന് വിട്ട് എഗെയിൻ ഇറ്റ് ഈസ് ഇൻക്രീസിങ്. ദാറ്റ് ഈസ് സ്ട്രെയിൻ റേറ്റ് കൂടിക്കൂടി വരിക ഇല്ലേ? സ്ട്രെയിൻ റേറ്റ് കൂടിക്കൂടി വന്ന് അത് റപ്ചറിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ ക്രീപ്പ് കർവ് ചോദിച്ചാൽ ക്രീപ്പ് കർവ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ യു നീഡ് ടു ഡ്രോ ക്രീപ്പ് സ്ട്രെയിൻ വേഴ്സസ് ടൈം. അതിന് മുന്നേ എഴുതുന്ന ക്രീപ്പ് വിച്ച് ഒക്കേഴ്സ് ഡ്യൂ ടു സ്റ്റാറ്റിക് ലോഡ് ആൻഡ് ഈസ് മെയിൻലി ഒബ്സർവ്ഡ് അറ്റ് ഹൈ ടെമ്പറേച്ചേഴ്സ്. അവിടെ ക്രീപ്പ് സ്ട്രെയിൻ, അതായത് ക്രീപ്പ് ലോഡ് കൊണ്ട് എന്തുണ്ടാവും? മെറ്റീരിയൽ ആദ്യം സ്ട്രെയിൻ ചെയ്യും, പിന്നെ അല്ലേ ഫെയിൽ ആവുന്നത്. അപ്പോൾ ആ ക്രീപ്പ് കർവ് കൺസിസ്റ്റ് ഓഫ് 3 parts: primary, secondary and tertiary. In the primary region, the strain rate ആണ് ഇവിടെ. ക്രീപ്പ് സ്ട്രെയിൻ വേഴ്സസ് ടൈം ആണ് തന്നിരിക്കുന്നത്. നമ്മളിവിടെ പറയുന്നത് സ്ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടു ടൈം, സ്ട്രെയിൻ റേറ്റിനെയാണ് പറയുന്നത് ഇവിടെ. ഇനിഷ്യലി ദ സ്ട്രെയിൻ റേറ്റ് ആക്ച്വലി വാസ് എന്തായിരുന്നു? ഹൈ, ആൻഡ് ഇറ്റ് റീച്ചസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ when the secondary region starts, and throughout the secondary region the creep strain rate is constant, and when it reaches the tertiary region again strain rate increases and finally rupture happens. ഇതാണ് എന്ത്? ക്രീപ്പ് കർവ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു PPT എടുത്തതേ ഉള്ളൂ. നമ്മൾ ആക്ച്വൽ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറഞ്ഞ ഒന്നുകൂടി റിവൈസ് ചെയ്യാം ടെക്സ്റ്റിലുള്ളത്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ സെക്കൻഡറി റീജിയനിൽ സ്ട്രെയിൻ റേറ്റ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിനെ എന്ത് പറയും? സ്റ്റഡി സ്റ്റേറ്റ് ക്രീപ്പ് എന്ന് പറയും. അത് കാരണം എന്താ? സ്ട്രെയിൻ റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, പ്രൈമറിക്ക് വേറൊരു പേരുണ്ട്, ട്രാൻസിയൻ ക്രീപ്പ്. ഓക്കെ, ആൻഡ് തേർഡ് വൺ ഈസ് ടെറിഷറി ക്രീപ്പ്. അപ്പോൾ ഇതാണ് ക്രീപ്പ് കർവ്. മനസ്സിലായോ? ഇനി നമുക്ക് ക്രീപ്പ് ടെസ്റ്റിലേക്ക് പോകാം. അപ്പം ഞാൻ പറഞ്ഞു ക്രീപ്പ് കർവ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ലോഡ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ക്രീപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? സിമിലർലി ക്രീപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റ് ഓഫ് സബ്ജക്റ്റിംഗ് എ സ്പെസിമെൻ ടു എ കോൺസ്റ്റൻറ്റ് ലോഡ് ഓർ സ്ട്രെസ് വൈൽ മെയിൻറ്റെയിനിങ് ദ ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എടുത്തു, ഒരു സ്പെസിമെൻ എടുത്തു, ആ സ്പെസിമെനിൽ ഒരു കോൺസ്റ്റൻറ്റ് ലോഡ് മാത്രം കൊടുത്തുകൊണ്ടിരുന്നു. ഡീഫോർമേഷൻ ഓർ സ്ട്രെയിൻ ഈസ് മെഷേർഡ് ആൻഡ് പ്ലോട്ടഡ് ആസ് എ ഫങ്ഷൻ ഓഫ് ഇലാപ്സ്ഡ് ടൈം. അതെന്താണ് ഡീഫോർമേഷൻ ഓർ സ്ട്രെയിൻ ഈസ് മെഷേർഡ്? കാരണം ഞാനൊരു സ്പെസിമെനിൽ ഇത്ര എമൗണ്ട് ഓഫ് ലോഡ് കൊടുത്തു, എന്നിട്ട് ആദ്യം മേ ബി ലൈക്ക് 1 hour കഴിഞ്ഞിട്ട് അതിൻ്റെ സ്ട്രെയിൻ എടുത്തു, എത്രമാത്രം ഡീഫോമായി. 2 hour കഴിഞ്ഞിട്ട് എടുത്തു, അങ്ങനെ 3 അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്യും? കുറേ ഡേറ്റ പോയിൻറ്റ്സ് കിട്ടും. ദെൻ ഐ എം ജസ്റ്റ് പ്ലോട്ടിങ് ക്രീപ്പ് സ്ട്രെയിൻ വേഴ്സസ് ടൈം. അപ്പോൾ എന്ത് പറ്റും? ക്രീപ്പ് കർവ് കിട്ടും. ആൻഡ് ഫോർ മെറ്റാലിക് മെറ്റീരിയൽ മോസ്റ്റ് ക്രീപ്പ് ടെസ്റ്റ് ആർ കണ്ടക്റ്റഡ് ഇൻ യൂണിയാക്സിയൽ ടെൻഷൻ യൂസിങ് എ സ്പെസിമെൻ ഹാവിങ് സെയിം ജോമെട്രി ആസ് ഫോർ ടെൻസൈൽ ടെസ്റ്റ്. നിങ്ങൾ UTMൽ നിങ്ങൾ ഇതായത് കൊണ്ട് ചെയ്ത് കാണത്തില്ല. നിങ്ങൾ എന്താ പറയുന്നത്, സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം പഠിക്കത്തില്ലേ? അത് കിട്ടുന്നത് വി ആർ ആക്ച്വലി സബ്ജക്റ്റിംഗ് ദ സ്പെസിമെൻ ഇൻ എ UTM മെഷീൻ ആൻഡ് പുള്ളിങ് ഇറ്റ് ഫ്രം ബോത്ത് സൈഡ്സ്. അപ്പോൾ UTMൽ തന്നെ നമുക്ക് ക്രീപ്പ് ടെസ്റ്റ് നടത്താം, പ്രൊവൈഡഡ് വി ആർ നോട്ട് ഗ്രാജുവലി ഇൻക്രീസിങ് ദ ലോഡ് ഈസ് ഹെൽഡ് കോൺസ്റ്റൻറ്റ്. ഇത് ഡക്റ്റൈൽ മെറ്റീരിയൽസിന്. ബ്രിട്ടിൽ മെറ്റീരിയൽസിന് വി ക്യാൻ ഗിവ് കംപ്രസീവ് ലോഡ്സ്. ഇനി അത് കഴിഞ്ഞിട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ഇത് ഞാൻ പറഞ്ഞതാണ്. ഫ്രം എ ക്രീപ്പ് ടെസ്റ്റിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്? ദ സ്ലോപ്പ് ഓഫ് ദ സെക്കൻഡറി പോർഷൻ ഓഫ് ദ ക്രീപ്പ് കർവ്, ഡെൽറ്റ സിഗ്മ ബൈ ഡെൽറ്റ ടി, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ സ്ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ടൈം. അതാണ് സ്ട്രെയിൻ റേറ്റ്. ദിസ് ഈസ് കോൾഡ് സ്റ്റഡി സ്റ്റേറ്റ് ക്രീപ്പ് റേറ്റ്. ആൻഡ് ഇതാണ് ഈ ഒരു ക്രീപ്പ് റേറ്റാണ്
ക്രീപ്പ് ആപ്ലിക്കേഷൻ നിങ്ങൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ടർബൈൻ, ഗ്യാസ് ടർബൈൻ, സ്റ്റീം ടർബൈൻ ഇതെല്ലാം ഹൈ ടെമ്പറേച്ചറിൽ യൂസ് ചെയ്യുന്ന എന്താണ് എക്യുപ്മെൻറ്റ്സ് ആണല്ലേ. സോ ഇതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാം ഇറ്റ് വിൽ ബി സബ്ജക്റ്റഡ് ടു ക്രീപ്പ് ഫെയിലുവർ. അപ്പോൾ അവിടെ ഡിസൈൻ ചെയ്യുമ്പോൾ വി നീഡ് ടു ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദ ക്രീപ്പ് സ്ട്രെയിൻ റേറ്റ്. അപ്പോൾ ഡിസൈൻ പാരാമീറ്റർ എന്ന് പറയുന്നത് ക്രീപ്പ് സ്ട്രെയിൻ റേറ്റ് ആയിരിക്കും. ഓക്കെ, അതുപോലെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ക്രീപ്പ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഫീൽ ചെയ്യത്തില്ല, പക്ഷെ ഒരുപാട് ചിലപ്പം ചില മെറ്റീരിയൽ 720 hours ആയിരിക്കും, 1000 hours ആയിരിക്കും. അപ്പം ക്രീപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമെടുക്കുന്നൊരു ടെസ്റ്റ്. ഇനിയും ഇതാണ്. അപ്പം പിന്നെ ബേസിക്കലി ക്രീപ്പ് എന്ന് പറയുന്നത് ഒബ്സർവ് ചെയ്യുന്ന ടെമ്പറേച്ചർ 0.4 times the melting temperature, melting point of the material, 0.4 into Tm ഓഫ് ദ മെറ്റീരിയലാണ് ക്രീപ്പ് ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ക്രീപ്പ് കർവിൻ്റെ ഒരു ഷേപ്പാണ് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചറാണ് ഈ ഗ്രാഫിൽ തന്നിരിക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു നമുക്ക് ടെക്സ്റ്റിൽ നോക്കുമ്പം നോക്കാം, ഉണ്ടെങ്കിൽ ഇത് ഇപ്പം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ക്രീപ്പ് കർവ്, ആ ക്രീപ്പ് കർവ് ഒരു 4 ടെമ്പറേച്ചറിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ T<0.4 times മെൽറ്റിംഗ് ടെമ്പറേച്ചർ, അതായത് ആ ടെമ്പറേച്ചറിന് താഴെ. അപ്പോൾ നമുക്കവിടെ കാണാം ജസ്റ്റ് ക്രീപ്പ് എന്ന് പറയുന്നത് ഒരുപാട് സ്ട്രെയിൻ ഒന്നുമില്ല, സ്ട്രെയിൻ വിത്ത് റെസ്പെക്ട് ടൈം ഈസ് എ കോൺസ്റ്റൻറ്റ്. അതിന് താഴെ ആയതുകൊണ്ട് ക്രീപ്പ് നടക്കുന്നില്ല. T1, T2, T3 എല്ലാം അതിന് മുകളിലാണ്. അപ്പോൾ എന്ത് പറ്റും, ക്രീപ്പ് കർവുണ്ട്, പക്ഷേ ക്രീപ്പ് കർവിൻ്റെ ഷേപ്പ് മാറി മാറി വരുന്നു. ദാറ്റ് ഈസ് അതിൻ്റെ മീനിങ് എന്താ, T3 എത്തിയപ്പോഴത്തേക്ക് വി ക്യാൻ സീ ദാറ്റ് ദ ക്രീപ്പ് കർവ് ബിക്കംസ് ഷോർട്ട് ആൻഡ് ഈസ് മോർ ഇൻക്ലൈൻ ടു y ആക്സിസ്. ദാറ്റ് മീൻസ് ഹൈ ടെമ്പറേച്ചറിൽ ഹൈ ലോഡ്സ് കൊടുക്കുകയാണെങ്കിൽ σ3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ T3യിലുണ്ടാവുന്ന സ്ട്രെസ്സാണ്, T3യിലുള്ള സ്ട്രെസ്. T1ൽ σ3 ഗ്രേറ്റർ ദാൻ σ1 ആണ്. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ ഹൈ സ്ട്രെസ് ആകുമ്പോൾ എന്ത് പറ്റും, പെട്ടെന്ന് മെറ്റീരിയൽ ബ്രേക്ക് ആകും. അതാണ് ക്രീപ്പ് കർവിൻ്റെ ഷേപ്പ് മാറുന്നത്. അപ്പോൾ സോ ദ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് സ്ട്രെസ് ഓൺ ദ ക്രീപ്പ് കർവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഡ്രോ ദിസ് പർട്ടിക്കുലർ ഫിഗർ. മനസ്സിലായോ? ഇനിയും നെക്സ്റ്റ് എന്ന് പറയുന്നത് മെക്കാനിസം ഓഫ് ക്രീപ്പാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എങ്ങനെയാണ് ക്രീപ്പ്, ഇപ്പോൾ ക്രീപ്പ് കോൺസ്റ്റൻറ്റ് ലോഡ് കൊണ്ട് ഉണ്ടാകുന്നതെന്ന് മനസ്സിലായില്ലേ. മെറ്റീരിയൽ എന്താണ്, ഈ കോൺസ്റ്റൻറ്റ് ലോഡ് വരുമ്പോൾ മെറ്റീരിയൽ എന്താണ് സംഭവിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.